ഇന്നത്തെ വിഷയം എന്തുകൊണ്ട് ലെറ്റ്യൂഡിലെ കുട്ടികൾ അവർ സംസാരിച്ചു കഴിയുമ്പോൾ താങ്ക് യു, ലവ് യു, ബ്ലെസ് യു പറയുന്നു. എന്നോട് 1-2 പേര് ചോദിച്ചതാ കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? മറ്റൊരാളെ തോൽപ്പിച്ചാൽ നിങ്ങൾ ജയിക്കുമെന്നാണോ? അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ സ്നേഹിച്ച് ജീവിക്കാനാണോ? ഇന്നത്തെ ലോകം കുട്ടികളോട് പറയുന്നത് അത് നേടൂ, അത് വാങ്ങൂ, അവനെപ്പോലെ ആകൂ, ഇവളെപ്പോലെ ജീവിക്കൂ. പക്ഷെ ഈ ഓട്ടത്തിനിടയിൽ ഒരു കുഞ്ഞ് സ്വയം മറന്നുപോയാലോ? ഞാൻ ആരാണ്? എൻ്റെ ശക്തി എന്താണ്? പരസ്യങ്ങൾക്ക് പിന്നാലെ ഞാൻ പോകേണ്ടതുണ്ടോ? എനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിയേണ്ടതുണ്ടോ? ഇത് തിരിച്ചറിയാതെ ഇല്ലാത്തതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങുന്നു. അതാണ് ഓരോരുത്തരും ഭ്രമങ്ങളുടെ പിന്നാലെ പോകുന്നത്. ഭ്രമങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ മനസ്സിലൊരു കുറവിൻ്റെ ബോധം വളരും. ഇതെനിക്കുള്ളതല്ല, അവനുള്ളത് എനിക്കില്ല, ഞാൻ തീരെ മതിയാവില്ല. ഇത്തരം ചിന്തകൾ കുട്ടികളുടെ ഉള്ളിലെ സന്തോഷം കെടുത്തുകയും ചെയ്യും. ഇന്നത്തെ കുട്ടികളെന്നല്ല, എല്ലാ കുട്ടികൾക്കും മറ്റൊരാൾ കൊണ്ടുവരുന്ന ഒരു സാധനത്തിൽ ഒരു കൗതുകം തോന്നിയാൽ അത് വേണമെന്ന് തോന്നും. വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കും. പക്ഷേ ചില വീടുകളിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെയുള്ള വീടുകളിൽ അച്ഛനമ്മമാർക്ക് മക്കളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റാണ്ട് വരും. അത്യാവശ്യമായിരിക്കില്ല, ആവശ്യങ്ങളോ ആഡംബരങ്ങളോ. പക്ഷേ നമ്മൾ ലെറ്റ്യൂഡിൽ കുഞ്ഞുങ്ങളെ വേറൊരു ഭാഷയാണ് പഠിപ്പിക്കുന്നത്. അവനവനെ അറിഞ്ഞ് അവനവൻ്റെ സമൃദ്ധിയെ ആഘോഷിച്ച് ജീവിക്കുവാനുള്ള ഒരു ഭാഷ. അതാണ് ജീവിതത്തിൻ്റെ ഭാഷ. ആ ഭാഷയിലെ 3 ശക്തമായ വാക്കുകളാണ് താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നമ്മുടെ ഓരോ പ്രോഗ്രാമും അവസാനിക്കുന്നത് താങ്ക് യു, ലവ് യു, ബ്ലെസ് യു പറഞ്ഞുകൊണ്ടായിരിക്കും. ലെറ്റ്യൂഡിൽ എല്ലാവരും അത് പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, താങ്ക് യു പറയുന്നത് എനിക്ക് ലഭിച്ചിരിക്കുന്നതിനോട് നന്ദി പറയുക. എൻ്റെ ഈ ശരീരത്തിന്, എൻ്റെ ഈ മനസ്സിന്, എൻ്റെ ഈ ആത്മാവിന്, ഈ ചൈതന്യത്തിന്, എൻ്റെ വീടിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ അച്ഛനമ്മമാർക്ക്, പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾക്ക്, കൂട്ടുകാർക്ക്, സ്കൂളിന്, അധ്യാപകർക്ക്, അങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നന്ദി പറയാനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശീലിക്കുക. ചെറിയ നേട്ടങ്ങൾക്ക് പോലും നന്ദി. നന്ദി പറയുമ്പോൾ കുട്ടിയുടെ മനസ്സ് കുറവെന്ന ചിന്തയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്തതിനെ നോക്കാതെ ഉള്ളതിനെ കാണാൻ പരിശീലിക്കുകയാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. അടുത്തത് ലവ് യു. ജീവിതത്തെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക, സ്വന്തം സാഹചര്യങ്ങളെ വെറുക്കാതെ അതിൽ നിന്നുകൊണ്ട് വളരാൻ പഠിക്കുക. സ്വയം സ്നേഹമാണ് ഏറ്റവും പ്രധാനം. പരാജയപ്പെട്ട ദിവസങ്ങളിലും സ്വയം ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്കിത് മതി, ഇന്നിതായിരുന്നു നടക്കേണ്ടിയിരുന്നത്, ഞാൻ വളരുകയാണ്, പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് എന്ന് സ്വന്തം മനസ്സിനോട് പറയാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് വിജയിക്കാൻ സാധിക്കും. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, സെൽഫ് ലവ് പഠിപ്പിക്കുന്നത് സ്വാർത്ഥത പഠിപ്പിക്കുകയല്ലേ, ഇത് അഹങ്കാരമല്ലേ എന്ന്. ഒരിക്കലുമല്ല. ലവ് യു എന്നത് അഹങ്കാരമല്ല, അത് ആത്മാവിൻ്റെ സ്വീകാര്യതയാണ്. പിന്നെ ബ്ലെസ് യു. ജീവിതത്തെ അനുഗ്രഹമായി കാണുക. ഓരോ വെല്ലുവിളികളെയും വളർച്ചയുടെ വഴിയായി കണ്ട് ബ്ലെസ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ മൈൻഡ് സെറ്റിൽ ആ ഷിഫ്റ്റ് അനുഭവപ്പെടുകയും നമ്മൾ വിചാരിക്കുന്നതിലും പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നടക്കുന്നത് കാണുകയും ചെയ്യാൻ സാധിക്കും. വേദനിപ്പിച്ച അനുഭവങ്ങളെയും ബ്ലെസ് ചെയ്യാം. കാരണം അതും നമുക്കൊരു പാഠമാണ് തന്നത്. കഠിനമായ സാഹചര്യങ്ങളെയും ബ്ലെസ് ചെയ്യണം. കാരണം അത് നമ്മളെ കരുത്താക്കി, നമ്മുടെ കൂടെ നമ്മളെ കൂടുതൽ പ്രവർത്തിക്കുവാൻ തയ്യാറാക്കി. ഇങ്ങനെ ജീവിക്കാൻ പഠിക്കുന്ന കുട്ടികൾ കമ്പാരിസൺ മൈൻഡ് സെറ്റിൽ ജീവിക്കില്ല. കോമ്പറ്റീഷനേക്കാൾ കോൺട്രിബ്യൂഷൻ മോഡിലോട്ടായിരിക്കും അവർ പോവുക. കൊടുക്കാനുള്ള മനോഭാവം. അവർക്കുള്ളതിൽ സന്തോഷം കണ്ടെത്താനും അതിൽ നിന്ന് തന്നെ വലിയ സ്വപ്നങ്ങൾ പണിയാനും സാധിക്കും. ഇത് ദാരിദ്ര്യ മൈൻഡ് സെറ്റ് അല്ല, ഇത് അബണ്ടന്റ് മൈൻഡ് സെറ്റാണ്. ഉള്ളതിനെ സ്നേഹിക്കുക, ലഭിച്ചതിന് നന്ദി പറയുക, അതിനെ ബ്ലെസ് ചെയ്യുക, ജീവിതത്തെ ബ്ലെസ് ചെയ്യുക. അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഘോഷത്തിൻ്റെ മൈൻഡ് സെറ്റ് തിരികൊളുത്തുന്നുണ്ടാവും. അവിടെ നിന്നാണ് യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ലെറ്റ്യൂഡിലെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും പറയുന്നത് താങ്ക് യു, ലവ് യു, ബ്ലെസ് യു എന്ന്. കാരണം ഈ വാക്കുകൾ
വെറും 3 വാക്കുകളല്ല, ജീവിതത്തെ കാണുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ താങ്ക് യു എന്ന് ജീവിതത്തോട് പറയുക. ലവ് യു എന്ന് നിങ്ങളോട് തന്നെ പറയുക. ബ്ലെസ് യു എന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളോട് പറയുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതുക താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നമ്മുടെ ഓരോ പ്രോഗ്രാമിലും ഓരോ കുഞ്ഞുങ്ങളും താങ്ക് യു, ലവ് യു, ബ്ലെസ് യു പറഞ്ഞാണ് അവരുടെ സംസാരം അവസാനിപ്പിക്കാറ്. ഇഷ്ടമായോ ഈ വീഡിയോ? ആയെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല സംസ്കാരത്തിൽ വളർന്നാൽ, പരിശീലിച്ചാൽ, വലുതായാൽ അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും അവർക്കും അതോടൊപ്പം ഈ ലോകത്തിനും നന്മയായിരിക്കും. നന്മമരങ്ങളാകുന്ന കുഞ്ഞുങ്ങളെ വളർത്താൻ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ.